ഇതിൽ നമുക്ക് മുന്നിലുള്ള ഡാറ്റ എന്നുള്ളത് ഒന്ന് ഈ ഓഹരി കൈമാറ്റം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അദാനി പോർട്ട് സെബിക്ക് കൊടുത്തൊരു കത്ത്, പിന്നൊന്ന് സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷ നിര മുഴുവൻ അറിയിച്ച ഒരു ആശങ്ക, 5-6 ആശങ്കയുണ്ട്. അത് മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് മറുപടി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. അത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ അറിയിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നൊന്നുള്ളത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഇതിൻ്റെ ബാക്കിയായി അതിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയാണ് ഉണ്ടായത്. ഇത്രയും ഡാറ്റകളാണ് നമ്മളെ സംബന്ധിച്ച് ഇതിലുള്ളത്. ബാക്കി ഇതിൻ്റെ കരാർ കാര്യവും മറ്റു കാര്യങ്ങളും ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് സനീഷ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു. KN ബാലഗോപാലിൻ്റെ പ്രതികരണവും വളരെ പ്രസക്തമാണ്. ഈ പോയിരിക്കുന്നത് വമ്പൻ നിക്ഷേപം എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, കരക്ക് ഇരുന്ന് കളി കാണുക മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ പോയിരിക്കുന്നത് അദാനിക്കാണ് എന്നുള്ളതും കൂടെയുള്ള ഇത്രയും ഡീറ്റെയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇന്നലെ നമ്മൾ ശങ്കിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ സംസ്ഥാന താല്പര്യം എന്നുള്ളത്. അതേ ആശങ്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നു. സംസ്ഥാന താല്പര്യത്തെ ഹനിക്കുമല്ലോ ഇത് എന്നുള്ളത് ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്കും തോന്നുന്ന കാര്യം. അതിൽ നിലവിൽ ഈ ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മാത്രവുമല്ല, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവിലും ഇതേ സമാന ആശങ്ക ഉണ്ട്. വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. അതായത് സംസ്ഥാന താല്പര്യമല്ല, കോർപ്പറേറ്റ് താല്പര്യമാണ് നിലവിലിവിടെ നടപ്പാക്കപ്പെടുന്നത് എന്നതുപോലെയുണ്ട്. അതിന് നമുക്ക് നിലവിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ആരെയും അതിന് ഉപോത്ഫലകമായി നീക്കങ്ങൾ നടത്തുന്നു എന്ന നിലയ്ക്ക് ഒരു പ്രതിക്കൂട്ടിൽ നമുക്ക് മാധ്യമങ്ങളെന്ന നിലയ്ക്ക് നമ്മൾക്ക് വെക്കാനായിട്ടില്ല. പക്ഷെ പ്രതിപക്ഷം നിലവിൽ ആരോപണം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വന്ന് ഇവിടെ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് ഇന്ന് വന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അത് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും കേൾക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറയാണ്, ഇതിന് മുൻകൂർ അനുമതി വേണം. അതായത് MSCയുമായുള്ള ഓഹരി കൈമാറ്റത്തിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ ഈ കൈമാറ്റം ജൂൺ 29 തന്നെ MSCയുമായി അദാനി പോർട്ട് നടത്തിയെന്ന് പറഞ്ഞ് സെബിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ധൈര്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഇതേ കാര്യമാണ് ഇന്ന് KC വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്ത് നിന്ന് ഉള്ള കാര്യം, ഇത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആളാണ് അത് ചോദിച്ചിരിക്കുന്നത്. ഈ ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് മാത്രമല്ല, സൂപ്പർ സർക്കാരാകാൻ വേണ്ടി അത് വലിയ വാക്കാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത് ഓക്കെയാണ്, കേരളത്തിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ചൂണ്ടുവലകയാണ് സത്യത്തിൽ. ഈ ബൈറ്റുകൾ വീണ്ടും വീണ്ടും മലയാള ടെലിവിഷൻ മാധ്യമങ്ങൾ വീണ്ടും കേൾപ്പിക്കേണ്ടി വരും. വീണ്ടും പല സാഹചര്യത്തിൽ ഇത് എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത് ഓക്കെയാണ്, പക്ഷേ ഈ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് സൂപ്പർ സർക്കാരാവാൻ അദാനി ശ്രമിക്കേണ്ട, ഇത് അദാനി വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ ധൈര്യം എങ്ങനെ വന്നു? ഈ അദാനി ഇത് വിശദീകരിക്കണം, സൂപ്പർ സർക്കാരാവാൻ നോക്കണ്ട. ഈ 2 ചോദ്യങ്ങളും നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനും ബാധകമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം നിയമസഭയിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നൊരു കാര്യമല്ല. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രി; 2, തുറമുഖം എന്നുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഈ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിന് ഇതിലും വലിയൊരു സുവർണാവസരമുണ്ട്. അവരത് ചോദിക്കില്ലേ, എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ. അപ്പോൾ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയില്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ എന്ത് വിചാരിക്കും? ഈ സംസ്ഥാനത്ത് എന്തും നടക്കും, ഇതൊരു വെറും വെള്ളരിക്കാപട്ടണമാണ് എന്നല്ലേ വിചാരിക്കുക? അതാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ. ഇത് വെള്ളരിക്കാപട്ടണമാണ്, ഇവിടെ എന്തും നടക്കും. ഈ പറയുന്നത് പോലെ അങ്ങനെയല്ലേ അത് വന്ന് ഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതൃപ്തി അറിയിച്ചത് കൊണ്ട് മാത്രമായോ? അതൊരു മൃദു സമീപനമല്ലേ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കരാർ പരിശോധിച്ച് ഇതിൽ ഇടപെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആദ്യമേ ഈ മൂർച്ച ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ. ഇത്തരം നിലപാടുകൾ ആദ്യമേ എടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. എന്നാലും ശരി, ഇന്ന് ഈ നിലയ്ക്ക് കത്തെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം അതിൽ പ്രസക്തമാണ്. അതിന് വ്യക്തമായ ഒരു മറുപടിയും വിശദീകരണവും നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് എന്ത് നടക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിന് വഴങ്ങിയോ എന്നുള്ളൊരു ചോദ്യം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും നമ്മൾക്കടക്കം ഇവിടെ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഇതുവരെ RDXലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർത്താ ബുള്ളറ്റിനിലോ ഒരു വാർത്താ ശകലമായിട്ട് ഒരു SFNO ആയിട്ട് പോലും നമ്മളിത് കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള മംഗലാപുരം യാത്രയും ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. എന്തായിരുന്നു അതിലെ ഒരു താല്പര്യം എന്നുള്ള ചോദ്യം വരുമ്പോൾ അതൊരു സ്വകാര്യ സന്ദർശനം എന്ന നിലയ്ക്ക് മാത്രം കണ്ടുകൊണ്ട് മാറി നിന്ന് അതിനെ കാണുകയാണ്. പക്ഷേ ഇത് മുഴുവൻ ആയുധമാക്കുകയാണ്, ഇതിനോട് കണക്ട് ചെയ്യുകയാണ്. ലോജിക്കലി നമുക്ക് നിലവിൽ അതിനെ കണക്ട് ചെയ്യിപ്പിക്കാനുള്ള മറ്റു കാര്യങ്ങളില്ല.
അണ്ടിൽ അദ്ദേഹം പറയുന്നത് വരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അതുകൂടി ചേർത്ത് ഉൾപ്പെടുത്തി ഒരു ക്ലാരിറ്റി വരുത്താനുള്ള അധിക ബാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലാത്ത പക്ഷം അദാനിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയോ എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ഉയരും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് താല്പര്യമാണ് നിലവിൽ നടപ്പാക്കപ്പെടുന്നത് എന്ന് തോന്നിക്കുന്ന ഒന്നാമത്തെ ഉദാഹരണം. അതിനു മുമ്പുള്ള ഉദാഹരണമാണ് മറ്റൊന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് എന്നുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ധനബില്ലിൽ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അതങ്ങനെയായി. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഇന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് പറഞ്ഞത്. ഇതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന സംസ്ഥാനത്തെ അറിയിക്കേണ്ടതാണ്, പക്ഷെ അറിയിച്ചില്ല എന്നുള്ളത്. അതായത് മറ്റൊന്നും ഇതിനടിയിലില്ല എന്നാണ് വിശ്വസിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വി എം സുധീരൻ അടക്കം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ പി അനിൽകുമാർ, ഒരു വേള കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിൽ കെ സി വേണുഗോപാൽ, മദ്യനയത്തിൻ്റെ കാര്യത്തിലും സർക്കാർ അനുകൂലമായി ജനങ്ങളുടെ ഹിതമനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കുള്ളൂ എന്ന് പറയുന്നു. ലീഗ് പറയുന്നു, സമസ്ത പറയുന്നു, KCBC പറയുന്നു, ഇവരെല്ലാവരും പറയുന്നുണ്ട്. ഇത്രയും അധികം എതിർപ്പ് അവഗണിച്ചുകൊണ്ടും അദ്ദേഹം ഈ കാര്യം നടക്കുകയാണ്. എന്താണ് പ്രധാന ആരോപണം? ബക്കാടിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് നടത്തിയിരിക്കുന്നത്. അതായത് മുൻ സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഹോട്ടി വൈനുകൾ, ഇത്തരം പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാം എന്നുള്ള കാര്യമാണ് മുൻ സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുൻപിൽ ഡാറ്റകളുണ്ട്. അങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം ഇത് നടപ്പാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ടല്ലോ. നിങ്ങളാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിച്ചിരിക്കുന്നത്, ആ നികുതി തന്നെയാണ് ഞങ്ങളിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് എന്നേ ഉള്ളൂ എന്ന് വളരെ ലഘൂകരിച്ചുകൊണ്ടും സ്വന്തം മുന്നണിക്ക് വേണ്ടി അതിനെ ലഘൂകരിക്കുവാനും മറ്റുള്ളവരെ കടന്നാക്രമിച്ച് നടത്തുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അതല്ലല്ലോ വസ്തുത എന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും പ്രധാന ആയുധം മറ്റൊരു കോർപ്പറേറ്റിന് വേണ്ടി കളമൊരുക്കുകയാണോ എന്നുള്ള ചോദ്യമാണ്. അതുമുണ്ട്. അപ്പോൾ ഇതിനൊന്നും വ്യക്തമായ മറുപടിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത് പോലെയുള്ളത് നിലവിൽ സംസ്ഥാന താല്പര്യം എന്നുള്ളത്. അതായത് LDF സർക്കാരിൽ അതിനൊരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത്തരം താല്പര്യം പോലും അവശേഷിപ്പിക്കാതെയാണ് നിലവിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംസ്ഥാന താല്പര്യം എന്നുള്ളതൊക്കെ പണ്ട്, നിലവിൽ കോർപ്പറേറ്റുകളുടെ താല്പര്യം ഇവിടെ നടപ്പാക്കുന്നത് പോലെയുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള ഉദാഹരണങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു? മുഖ്യമന്ത്രിക്കാണെങ്കിലും ഒന്നാമത്തെ കാര്യത്തിൽ വീര്യം കുറഞ്ഞ നികുതി ഇളവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനോട് നമുക്ക് ഇനി എന്തായാലും ചോദിക്കാം, ഇതിനെങ്ങനെ ധൈര്യം വരുന്നു? കാരണം മുഴുവൻ മുന്നണിയെ തന്നെ ഒരു വേള ഇരുട്ടിൽ നിർത്തുന്നു. ഒരു ഭാഗത്ത് മന്ത്രിസഭയിൽ തന്നെ ഇന്ന് KM ഷാജി പറഞ്ഞില്ലേ, യോജിച്ചുകൊണ്ട് വിയോജിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗതികേടിലേക്ക് സഖ്യകക്ഷിയെയും ഒരു മന്ത്രിസഭയിലെ പലരെയും ആ നിലക്കുകൊണ്ട് വരുതിയിൽ വരുത്തുന്ന ഒരു തരം ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടും നമുക്ക് ആ കാര്യം എന്തായാലും ചോദിക്കുക, എങ്ങനെ ഇതിന് ധൈര്യം വരുന്നു? മറ്റേ കാര്യത്തിന് അദ്ദേഹം തന്നെ വിശദീകരിക്കണം, ഇതിനെങ്ങനെ ധൈര്യം വരുന്നു, അവർക്കെങ്ങനെയാണ് വന്നത്, അതുവഴി ഇദ്ദേഹവും അത് പറയണം. അല്ലെങ്കിൽ ഇവിടെ എന്ത് നടക്കും എന്ന് തോന്നിപ്പോവും ഈ സർക്കാരിന് കീഴിൽ. അങ്ങനെ പാടില്ലല്ലോ. അത്രയും അധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്കല്ലേ ഇവരെ പറഞ്ഞയച്ചിരിക്കുന്നത്. വെറും സീറ്റുകളല്ല, 102 സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയ കളിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.